അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനും നിതിനേട്ടനും പിന്നെ ലുബൂച്ചയും സൊലാലയും കൂടെ ഒരു ട്രിപ്പ് വന്നു വിരിച്ചു ഫൊവൈറത്ത്. ലുബൂച്ച ലാൻഡ് ക്രൂസർ വാങ്ങിച്ചിട്ട് എവിടെയും പോയില്ല എന്നുള്ള പരാതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ട്രിപ്പ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുവേറത്തിലെത്തി. രാത്രി ആയതുകൊണ്ട് അധികം ലൊക്കേഷനൊന്നും കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ചെറിയൊരു ഗുഹയൊക്കെ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇത് കടലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഖത്തറിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വളരെ കുറവാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് ടെൻറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ക്യാമ്പ് ഫയർ ആക്കേണ്ട പ്ലാനായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു. ലുബൂച്ചൻ്റെ അടുത്ത് ഫുൾ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കി ഒരു ചെറിയൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചു. രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി എണീച്ചു. കറക്റ്റ് ടൈമായിരുന്നു. 5:30 ആ ഒരു സമയത്തായിരുന്നു സൺറൈസ് ഉണ്ടായിരുന്നത്. ഞാനും ലുബൂച്ചയും മാത്രമേ എണീച്ചുള്ളൂ. നിതിനേട്ടനും സൊലാലിയും ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് സൺറൈസ് കാണേണ്ട നിപ്പായിരുന്നു കേട്ടോ കണ്ടത്. ഖത്തറിലെ പല സ്ഥലങ്ങളുടെയും നമ്മളുടെ ഗൈഡ് ലുബൂച്ച കേട്ടോ. ലുബൂച്ച ഇവിടെ പോകാത്ത സ്ഥലങ്ങളില്ല. 100-ൽ കൂടുതൽ രാജ്യങ്ങൾ കണ്ട ഒരാളും കൂടിയാണ് കേട്ടോ ലുബൂച്ച. അങ്ങനെ നമ്മൾ സൺറൈസ് കണ്ടു കേട്ടോ. സൺറൈസ് കണ്ടു, അടിപൊളിയായിരുന്നു. ഇത്രയും നല്ലൊരു വ്യൂ. കടലിൽ ഈ താഴെ കാണുന്ന കല്ലുകൾ കണ്ടോ, ഇതുണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഭംഗിയായിരുന്നു മൊത്തത്തിൽ. സൺറൈസൊക്കെ കണ്ട് പിന്നെ ഞാനും ലുബൂച്ചയും കൂടി അതിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ പോയി നടന്നിട്ട് കണ്ടു കേട്ടോ. ജോഗ്രഫിക്കലി കുറച്ച് വ്യത്യാസമായ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അവിടുത്തെ കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കി. കാരണം നല്ല രസമുണ്ടായിരുന്നു, കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു പുതിയ പുതിയ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ചായയും പിന്നെ എഗ് സാൻഡ്വിച്ചും ആക്കാനാണ് കേട്ടോ പ്ലാൻ. പിന്നെ ഇത് കഴിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളുടെ ലാൻഡ് ക്രൂസർ ഒരു രാജകീയ പദവിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടും വണ്ടിയും കൂടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. ലുബൂച്ചയാണിന്ന് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. ലുബൂച്ച ചായ ഉണ്ടാക്കേണ്ട പുതിയ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. നിതിനേട്ടനും സൊലാലൊക്കെ എണീച്ചു കേട്ടോ സമയമാകുമ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കിയത്, അതായത് എഗ് സാൻഡ്വിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എനിക്കും സത്യത്തിൽ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോയോണ്ട് നന്നായി. കാരണം ഇവിടെ നിന്ന് വേറെ ഷോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കിട്ടത്തില്ല. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ആയിരുന്നു. വന്ന കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ദിവസം കാണാം കേട്ടോ.